വിനയ, കല്ലായി അസീസിന്റെ കണ്ണിച്ചോരയില്ലായ്മ നിനക്ക് നന്നായിട്ട് അറിയാലോ. 3 ദിവസം എന്ന് പറഞ്ഞാൽ 3 ദിവസം. അത് തെറ്റിച്ച 4-ാമത്തെ ദിവസം അസീസ് നിന്റെ ചീട്ട് കയറും. എന്നുവെച്ച കല്ലായിപ്പുഴയിലോ അറബിക്കടലിലോ തിരഞ്ഞാലും കിട്ടില്ല നിന്റെ ശവം. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്ത് ചെയ്യാൻ ഉദ്ദേശം? മഹേന്ദ്രൻ അറിയാലോ, അച്ഛൻ മരിച്ചതി പിന്നെ ഈ വീട് പട്ടിണി അവതരിക്കാൻ വേണ്ടി എന്നെ ചേച്ചിയൊന്ന് കെട്ടിച്ചയക്കാൻ. കണ്ണി കണ്ട ജോലിയൊക്കെ ചെയ്തു നോക്കിയിട്ടും നുള്ളിയൊപ്പിച്ച് തോറ്റി നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ അസീസ്കയുടെ കൂടെ. കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചിരുന്ന ഒരച്ഛൻ്റെ മോനാ. ഒരാളുടെ 1 റുപ്യ, ഒറ്റ റുപ്യ പോലും ഭാസ്കരൻ മാഷ് മോൻ പറ്റിക്കില്ല. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒറ്റ വഴിയുള്ളൂ. ഞങ്ങൾ 4 തീരെ. അനിയ, അങ്ങനെയൊന്നും പറയല്ലടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു വഴിയുണ്ട്, ഒരൊറ്റ വഴി. അസീസിനോട് കളിക്കാൻ സേഫായിട്ടുള്ളൊരു വഴി. പരുന്ത് പുരുഷോത്തമൻ. അമ്മേ, കാലം എത്രയാ എന്റെ കുഞ്ഞച്ചാ? മാനമര്യാദക്കൊരു ബോൾ അടിക്കാനും പിടിക്കാനും പഠിപ്പിക്കുന്നു. അതൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ, ഒന്നും പഠിക്കാൻ പറ്റില്ല. ഈ രംഗത്ത് ഇനിയൊരു ഭാവി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതെനിക്കൂല. പക്ഷെ രാവിലെ കുറച്ചു നേരം വ്യായാമം ചെയ്താൽ മനസ്സിനും ശരീരത്തിനും ഒരു ഉഷാറുണ്ടാവും. പിന്നെ ആരുടെ മെക്കിട്ട് കയറാനും തന്തക്ക് വിളിക്കാനും ഒരു എന്താ പറയാ ആവതുണ്ടാവും. വാ, ഇപ്പൊ കാണിച്ചുതരാം. രാവിലെ ഇപ്പോ ദോശ ഇഡ്ലിയാ അതോ അപ്പം മുട്ടേ? ഇഡ്ലി കൂടിയാലും ദോശ കുറയ്ക്കണ്ട, അപ്പം മുട്ട റോസ്റ്റും ആയിക്കോട്ടെ. ഉപ്പുമാവും പഴവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ. ഗോതമ്പ് ഉപ്പുമാവും പഴവും പുഴുങ്ങിക്കോളും. ഹോ, ഇയാൾ ഇനി എന്നാണാവോ എന്നെ പുഴുങ്ങി തിന്നാൻ പോണത്? എന്താടാ? ഞാൻ പറഞ്ഞ പയ്യൻ ഒന്ന് കാണാൻ വേണ്ടി. അവൻ എന്നെ കാണോ ഞാൻ അവനെ കാണോ? അയ്യോ, അവൻ അണ്ണനെ കാണാൻ. എന്നാ വന്ന് കണ്ട് സന്തോഷിച്ചു പോകാം. ചെല്ല്, സന്തോഷരെ. കുഴൽപ്പണം കള്ളൻ അല്ലേ? അപ്പൊ അസീസിന് പണി കൊടുക്കാനും ആളുണ്ടായി ഇല്ലടാ? കൊള്ളാം. അയ്യോ, ഏതോ ഒറ്റുകാര്. എടച്ചക്ക, പണി പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്ക് പണി കൊടുത്തിട്ടാണ് പണി പഠിക്കുക. അത് ഈ അധോലോകക്കാരുടെ ഒരു രീതിയാ. നീയും അത് തന്നെ ചെയ്തു. എത്ര ഉണ്ടായിരുന്നു? ഞാൻ എടുത്തിട്ടില്ല. എത്ര ഉണ്ടായിരുന്നടാ? 68 ലക്ഷം. ആരും അറിയില്ല. എൻ്റെ തന്നേക്ക്, ഞാൻ ഓടിച്ചോളാം. മാസാമാസം നല്ലൊരു സംഖ്യ നിന്റെ അക്കൗണ്ടിലെത്തും. നാട് വിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോ. മരിച്ചുപോയ എൻ്റെ അച്ഛനാണ് സത്യം. ഒറ്റ പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. എന്നെ കൊല്ലൂന്ന് പറഞ്ഞിരിക്കുകയാണ് അസീസ്ക. 2 പെങ്ങന്മാരും എൻ്റെ അമ്മയും. എന്തിനാണ് ഇതിനൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? അമ്മ, പെങ്ങന്മാര്, അനിയന്മാര്, ഇതൊക്കെ അനാവശ്യ ചെലവുകളല്ലേ? ഞാനിപ്പോ എന്താ വേണ്ടത്? ഈ പാമ്പിനെടുത്ത് ചുറ്റണം. എന്നിട്ട് ആ പേരും പറഞ്ഞ് അസീസ് പുതിയ വാളും വടിയായിട്ട് എന്റെ നേരെ ഇറങ്ങണം അല്ലേ? എനിക്ക് ആരുമില്ല. അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാ. ആരും ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. 10 കാശ് കയ്യിലുണ്ടെങ്കിൽ ആരുടെ ആവശ്യം വരില്ല. കാശുണ്ടാക്കാൻ പഠിക്കേ. നിന്നെ കൂടെ നിർത്താൻ പുരുഷോണ്ണം തീരുമാനിച്ചു ഏകദേശം ഉറപ്പായി എന്ന് പറയാറായിട്ടില്ല. ഓ, വെച്ചോ, വാങ്ങടാ. അരഞ്ഞാണ് അല്ലെങ്കിൽ ഫോറിൻ ബാച്ച്. അനാവശ്യത്തിന് എടുക്കരുത്. ആവശ്യത്തിന് എടുക്കാതിരിക്കാൻ നോക്കണം. അത്യാവശ്യത്തിന് എടുക്കാതിരിക്കുകയും ചെയ്യരുത്. ഹേമന്ത് ഭായ്, ഞങ്ങൾ അച്ഛൻ എന്നാ വിളിക്കാറ്. എനിക്കങ്ങനെ വിളിച്ചൂടല്ലോ. ആ, അച്ഛൻ. അച്ഛൻ ആരെയും കാണാറില്ല. എന്താ കാര്യം? എന്നോട് പറഞ്ഞാൽ മതി. അത് പവർ ഓഫ് അറ്റോർണി പ്രകാരം വീടിന്റെ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുരുഷേട്ടന്റെ പേർക്കാണല്ലോ. ഹേമന്ത് ഭായിയുടെ അല്ല, അച്ഛന്റെ പേർക്ക് അത് മാറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകൾ വേണം. ഈ മയവും മര്യാദയൊന്നും അന്ന് ഓഫീസിൽ കണ്ടില്ലല്ലോ.
അല്ല അത് അപ്പോഴത്തെ സിറ്റുവേഷനില് ഡേ നീ ഇപ്പോഴത്തെ സിറ്റുവേഷനുകൾ കുഴപ്പങ്ങളാക്കോടെ. അതേതാ വേറൊരു അപകടം? അത് പൂജപ്പുരം മഹേന്ദ്രൻ. ചെറിയൊരു വക്ക് പൊട്ടിയ ബ്ലേഡാ. ഡെയിലി വട്ടി ദിവസപ്രീവേ. പറച്ചില് കേട്ടാ നമ്മൾ വലിയ പുണ്യാളച്ചൻ. പുണ്യാളച്ചന്റെ പണിയൊന്നും അല്ലാന്ന് നന്നായിട്ട് അറിയാം. ജീവിക്കണ്ടേ, മറ്റുള്ളവരെ ജീവിപ്പിക്കണ്ടേ. വിനയ, ആ? ഇവിടെ വന്നത് വിനയാവോ അനിയ? ഒന്നും മിണ്ടാതിരിയടാ. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി ഇതെവിടെ ചെന്ന് നിൽക്കുമോ എന്താ അറിയ. എന്റെ ശ്രീ പത്മനാഭ, പ്ലീസ് ഒന്ന് കുട്ടികളെ ശ്രദ്ധിച്ചോളണേ. അതെ, ഞങ്ങൾ എവിടെ പോകണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പൊക്കോളാം. നീ എവിടെ പോകണ്ടെന്ന് വെച്ചാൽ നീ പൊക്കോ. പോട്ടല്ലോ, ആ. പോട്ടെ മങ്ങളെ. പൊക്കോ, പക്ഷെ നടന്നു പോയാ മതി. എനിക്ക് കൂട്ടുവരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ഇത്രയും ദൂരം നടന്നെങ്ങനെ? ആ, നടന്നു പോ. അല്ല ശരി. എടാ, വന്നിടത്ത് കണ്ട കാഴ്ച നിനക്ക് ആനന്ദ കാഴ്ച, പക്ഷെ എനിക്കത് കള്ളക്കാഴ്ചയാടാ, കള്ളക്കാഴ്ച. നമുക്ക് നന്നായിട്ടൊന്ന് കാണണം. എന്റെ കെയർ ഓഫിൽ നീ പരുന്നിന്റെ കൂട്ടി വന്നു, അതേ ഞാൻ തന്നെ നിന്നെ ആ കൂട്ടിന്ന് പറത്തിവിടും. നീ കണ്ടോ? അടഞ്ഞു. നിന്റെ ഭാവിയുടെ വാതിൽ അടഞ്ഞടാ. അതിനിടയ്ക്കെല്ലാം കഴിഞ്ഞല്ലേ? എടാ വിനയ, ചെയ്യടാ, ചെയ്. മനസ്സൊന്ന് ശാന്തമാകുന്ന നേരത്ത് ഒപ്പ് വാങ്ങിച്ചു വെച്ചാൽ മതി. എന്നൊന്ന് വിളിച്ചാ ഞാൻ തന്നെ വന്ന് കളക്ട് ചെയ്തോളാം. അത് ശരി. നീ എന്നെ പറഞ്ഞു വിടുവല്ലടാ വിനയ. ഒരൊറ്റ തവണയല്ലേ അവൻ ആ വീട്ടിൽ പോയിട്ടുള്ളൂ. ഒന്നല്ല രണ്ടല്ല 10 പ്രാവശ്യം കണ്ടാലും ഇതുപോലൊരു അവിഹിതം നടക്കൂ. അപ്പൊ അവൻ ആര് മോയ, അവൾ ആര് മോള്? ഇതിലെന്തോ കാര്യമായ ചതി ഉണ്ടെണ്ണ, ചതി ഉണ്ടെണ്ണ, ചതി ഉണ്ട്. അസീസ് തന്നെ മോനെ ആ മോളെയും വെച്ച് അവനെന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പ്, ഇവര് രണ്ടും മുടിഞ്ഞ പ്രേമത്തിലാ. ആണല്ലോ? അതിലൊരു പ്രശ്നം. മോൻ നമ്മുടെ കൂടെ, മോള് നമ്മുടെ ശത്രുവിന്റെ കൂടെ. ഈ പോക്കിന്റെ ഭാവി വളരെ ഡേഞ്ചർ അല്ലേ? ഡേഞ്ചറായി ജനിച്ച് ഡേഞ്ചറായി വളർന്ന് ഡേഞ്ചറായി ജീവിക്കുന്ന ഡേഞ്ചർ പുരുഷോത്തമന് ഇതിൽ കൂടുതൽ എന്ത് ഡേഞ്ചർ വരാനാടാ പൂജ? അത് നേരെ തന്നെ. എന്നാലും ചില മുൻകരുതലുകൾ എപ്പോഴും നല്ലതാണ്. എന്തെങ്കിലും നടന്നാ മതി. ഉപ്പിട്ടു. ആ, പറച്ചില് കേട്ടാത്തൊന്നും ബോംബിട്ടെന്ന്. ഉപ്പിട്ടല്ലോ. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്. കടുകല്ല. ആ, വിനയ, നിന്റെ ഫോൺ. ഹലോ. എന്താടോ ശബ്ദത്തിനൊരു ബലം പിടുത്തം? അത് ജലദോഷത്തിന്റെ ദോഷം. ഇപ്പൊ കുഴപ്പക്കുറവില്ല. അത്യാവശ്യമായിട്ട് വിളിക്കണം. കാര്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഞാനിവിടെ ബോസിന്റെ വീട്ടില്. ഓ, തന്റെ ഒരു ബോസ്. തല്ലിക്കൊല്ലണം അവനെ. തനിക്ക് ആ കൊള്ള പലിശക്കാരന്റെ ഓഫീസ് ജോലിയോ അതോ വീട്ടു ജോലിയോ? വീട്ടു ജോലിക്ക് നീ നിന്നോ, ഓഫീസ് ജോലിക്ക് അവനെ നിർത്താം. അപ്പൊ പ്രേമ നാടകത്തിന് സൗകര്യമായല്ലോ. കിട്ടിയ ചാൻസിന് വെച്ച് കാച്ചുകളല്ലേ നിന്റെ മറ്റവള്. നമ്മളാരാ ഇവന്റെ കെട്ടിയോളോ? ഈ ചെക്കനെ ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അതവൻ ജീവിച്ചോളൂ. പിന്നെ ഞാൻ കെട്ടിയോളാവോ അവൻ കെട്ടിയോനാവോ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ വേണ്ട. മനുഷ്യര് തമ്മിലുള്ള സ്നേഹവും ബന്ധവും ഒക്കെ മനസ്സിലാവണമെങ്കിലേ മനസ്സും മനസാക്ഷിയൊക്കെ വേണം. അതൊന്നും 7 അയലത്തൂടെ പോയിട്ടില്ലല്ലോ. നിർത്തണി. വേറെ ആരെയും കിട്ടിയില്ലല്ലേ കുസാലാക്കാൻ ഒരു ഐ ലവ് യു. അല്ല പക്ഷേ അവള്. അപ്പൊ പെട്ടെന്ന് ആളെ മനസ്സിലായി. നിന്റെ മുടി നിന്റെ തലയിൽ നിൽക്കുമ്പോ നിനക്ക് ഭംഗിയായിരിക്കും, പക്ഷെ അത് എന്റെ ചോറിനകത്താവുമ്പോ എനിക്ക് അറയ്ക്കും. എന്നെ അനുസരിച്ച് എനിക്കനുസരിച്ച് ഇവിടെ നിൽക്കുക, ഇല്ലെങ്കിൽ സ്ഥലം കാലിയാക്ക. എനിക്ക് ജീവിക്കാനേ നീ വേണ്ട, മനസ്സിലായോ? ചോറിൽ മുടിയുണ്ടായിരുന്നു. അതിന് ഇയാൾ ഊണ് കഴിച്ചില്ലല്ലോ. ഇയാൾക്കെന്താ വട്ടായോ? അയ്യോ ഇല്ല.